അവ ടോക്കൺസ് ആണ്. അപ്പം നമ്മളിപ്പോൾ 5th സെം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടേ ഉള്ളൂ. ഓരോ ദിവസം ഇടുന്ന ടോപ്പിക്കിന് കറക്റ്റ് ആയിട്ടുള്ള നോട്ടും വീഡിയോയും നിങ്ങൾ അന്ന് തന്നെ കാണുകയും അന്ന് തന്നെ നോട്ട് എഴുതുകയും കൂടെ ചെയ്യുക. കാരണം ഓരോ യൂണിറ്റ് തീരുമ്പോഴും ഞാൻ യൂണിറ്റ് ടെസ്റ്റ് ഇടും. ലാസ്റ്റ് 5th മൊഡ്യൂൾ കംപ്ലീറ്റ് ആകുമ്പോൾ മോഡൽ എക്സാം അതുപോലുള്ള പല എക്സാമുകളും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അന്നുള്ള നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും എക്സാം ആകുമ്പോൾ പാടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ അന്നന്ന് ഇടുന്ന നോട്ടുകൾ അന്നന്ന് തന്നെ എഴുതുക. അതുപോലെ തന്നെ വീഡിയോയും കണ്ടിരിക്കുക. നമ്മുടെ ടോപ്പിക്ക് ജാവ ടോക്കൺസ്. നിങ്ങൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ടോക്കൺ എന്താന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ടല്ലേ? എന്താ ടോക്കൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റിന് പറയുന്ന പേരാണ് ടോക്കൺ എന്ന്. അതായത് നമ്മുടെ കമ്പൈലറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിന് പറയുന്ന പേരാണ് ടോക്കൺ എന്ന്. അതുപോലെ തന്നെയാണ് എവിടെയും ജാവയ്ക്കകത്തും ടോക്കൺ എന്ന് പറഞ്ഞാൽ ജാവ കമ്പൈലറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള ഒരു വേർഡിന് പറയുന്ന പേരാണ് ജാവ ടോക്കൺസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടോക്കൺ ഇൻ ജാവ? The Java compiler breaks the line of code into text or words is called Java tokens. These are the smallest element of the Java program. The Java compiler identified these words as tokens. അപ്പോൾ നമ്മുടെ Java compilerന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ നമ്മുടെ Java പ്രോഗ്രാമിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ്, മീനിങ്ഫുൾ വേർഡിന് പറയുന്ന പേരാണ് Java token. ഇനി എത്ര ടൈപ്സ് ഉണ്ട് ടോക്കൺസ്? 6 ആയിട്ടാണ് ടോക്കൺസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഈ ഫിഗറിനകത്ത് തന്നിരിക്കുന്നത്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, സെപ്പറേറ്റേഴ്സ് ആൻഡ് കമന്റ്സ്. ഇങ്ങനെ 6 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നുമാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കമ്പൈലർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോക്കൺസിനെ ബൈറ്റ്കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുകയും കൂടെ ചെയ്യും. നമ്മുടെ പ്രോഗ്രാമുകൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പൈലർ നമ്മുടെ ഈ ടോക്കൺസിനെയാണ് ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാമിനകത്ത് എഴുതുന്ന ഓരോ സിംഗിൾ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ടോക്കൺ ആണ്. ആ ടോക്കണുകൾ ഉൾക്കൊണ്ടാണ്, അല്ലെങ്കിൽ ടോക്കണുകളുടെ കോമ്പിനേഷൻ കൊണ്ടാണ് നമ്മൾ ആ ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ നമ്മുടെ കമ്പൈലർ കമ്പൈൽ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഈ ടോക്കൺസിനെയാണ് കമ്പൈൽ ചെയ്ത് ബൈറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ടോക്കൺസ് നമ്മൾ പറഞ്ഞു. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, സെപ്പറേറ്റേഴ്സ് ആൻഡ് കമന്റ്സ്. അപ്പൊ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് കീവേഡ്സിനെ പറ്റിയിട്ടാണ്. കീവേഡ്സ്. These are the predefined reserved words of any programming language. Each keyword has a special meaning. It is always written in lower case. Each keyword is meant to perform a specific function in a program. Since keywords are referred names for a compiler, they can be used as variable names because by doing so we are trying to assign a new meaning to the keyword which is not allowed. keyword എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഡിഫൈൻഡ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡിന് പറയുന്ന പേരാണ് കീവേഡ് എന്ന്. സിസ്റ്റം തന്നെ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ്സിന് പറയുന്ന പേരാണ് കീവേഡ് എന്ന്. ഇനി കീവേഡുകൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ലോവർ കേസിൽ മാത്രമേ കീവേഡുകൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആര് ഡിഫൈൻ ചെയ്ത് വെക്കുന്ന? സിസ്റ്റം തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കീവേഡിനും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പൊ ആ പർപ്പസ് വെച്ചിട്ടാണ് നമ്മുടെ കമ്പൈലർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡിന്റെ മീനിങ് വെച്ചിട്ടാണ് കമ്പൈലർ വർക്ക് ചെയ്യുന്നത്. ഇനി കീവേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതായത് ഐഡന്റിഫയർ ആയിട്ടോ അങ്ങനെ മറ്റ് എന്തെങ്കിലുമായിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കീവേഡ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് മറ്റൊരു രീതിയിലും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ജാവയ്ക്കകത്തുള്ള കീവേഡുകളാണ് ഈ തന്നിരിക്കുന്നത്. ഒരുപാട് കീവേഡ്സ് ഉണ്ട്. ഇവിടെ ഏതാണ്ട് 50ഓളം കീവേഡ്സുകളാണ് തന്നിരിക്കുന്നത്. നോക്കിയേ. അബ്സ്ട്രാക്ട്, ബൂളിയൻ, ബൈറ്റ്, ബ്രേക്ക്, ക്ലാസ്, ഡിഫോൾട്ട്, ഫൈനൽ, if, else, double, float, finally, import, int, ഇതൊക്കെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കീവേഡിനും ഓരോ പർപ്പസ് ഉണ്ടല്ലേ? അപ്പൊ അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അബ്സ്ട്രാക്ട് ക്ലാസ്സുകളെയോ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെയോ ഒക്കെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ബൂളിയൻ ആണെങ്കിലോ, ബൂളിയൻ ടൈപ്പിലുള്ള ഡേറ്റാനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ബൂളിയൻ യൂസ് ചെയ്യുന്നത്.
ഫോർ ആണെങ്കിലോ നമുക്ക് ഫോർ ലൂപ്പിന് വേണ്ടിയാണ് നമ്മൾ ഫോർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ആണെങ്കിലോ ഫ്ലോട്ട് ടൈപ്പിലുള്ള ഡേറ്റ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കീവേഡിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റം ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സിന് പറയുന്ന പേരാണ് കീവേഡ്സ് എന്ന്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. Identifiers are used as the general terminology for naming of variables, functions and arrays. These are user-defined names consisting of an arbitrarily long sequence of letters and digits with either a letter or the underscore as a first character. ഇപ്പൊ ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കീവേഡ്സിനെ പറ്റി പറഞ്ഞു. സിസ്റ്റം ഡിഫൈൻഡ് ആയിട്ടുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡ്സിന് പറയുന്ന പേരാണ് കീവേഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ യൂസറിന്റെ ഒരു പ്രോഗ്രാമിനകത്ത് യൂസർ ഡിഫൈൻഡ് ആയിട്ടൊരു കാര്യം കൂടെ ചെയ്യണ്ടേ? യൂസറിന്റേതായ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വേരിയബിൾസിന്റെ നെയിം, ഫംഗ്ഷന്റെ നെയിം, അറേയുടെ നെയിം, ക്ലാസിന്റെ നെയിം, അങ്ങനെ യൂസർ ഡിഫൈൻഡ് ആയിട്ട് വരുന്ന പ്രോഗ്രാമിനകത്ത് എലമെന്റുകളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡ്സിന് പറയുന്ന പേരാണ് ഐഡന്റിഫയർ എന്ന്. ഇനി കീവേഡ്സ് നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാമോ? ഐഡന്റിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കീവേഡ്സിനെ പറ്റില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള കുറച്ച് റൂൾസ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇപ്പൊ ഒരു ഐഡന്റിഫയറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ആൽഫബറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ആകാം, അല്ലെങ്കിൽ ഒരു ഡോളർ സൈൻ ആകാം. ഈ മൂന്നെണ്ണം മാത്രമേ ഫസ്റ്റ് ലെറ്റർ ആകാനായിട്ട് പാടുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഇറ്റ് കനോട്ട് സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റ്സ് ബട്ട് മേ കണ്ടെയ്ൻ ഡിജിറ്റ്സ്. അപ്പൊ ഡിജിറ്റ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഐഡന്റിഫയറിന്റെ നെയിം? ഇല്ല. പക്ഷെ അതിനുള്ളിൽ ഡിജിറ്റ് വരാൻ വേണ്ടിയിട്ട് പറ്റും താനും. പിന്നെ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പേസസ് ആർ നോട്ട് അലൗഡ്. വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് അലൗഡ് അല്ല. പിന്നെയുള്ളത് ഐഡന്റിഫയേഴ്സ് ആർ കേസ് സെൻസിറ്റീവ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ലോവർ കേസ് അപ്പർ കേസ് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ താഴെ തന്നിരിക്കുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നോക്കിക്കേ, ഇതിനകത്ത് വാൾഡ് ആയിട്ടുള്ളതും ഇൻവാൾഡ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സും തന്നിട്ടുണ്ട്. നോക്കിയേ, ഫോൺ നമ്പർ. അപ്പൊ ഇവിടെ നോക്കിയേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിലാണ്, വൈറ്റ് സ്പേസുകളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഇത് വാൾഡ് ആണ്. ഇനി പ്രൈസ്, ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആൽഫബറ്റിലാണ്, വേറെ സിമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തുടക്കത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് വാൾഡ് ആണ്. പിന്നെ റേഡിയസ് A1 നമ്മൾ പറഞ്ഞു ഡിജിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം, സ്റ്റാർട്ടിങ്ങിൽ മാത്രമാകരുതെന്നേ ഉള്ളൂ. ഇവിടെ അണ്ടർസ്കോർ വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, അതും വാൾഡ് ആണ്. പിന്നെ ഡോളർ സൈൻ വെച്ച് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വാൾഡ് ആണ്. ഇവിടെയും വാൾഡ് ആണ്. അണ്ടർസ്കോർ നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞാൽ അതും വാൾഡ് ആണ്. ഇത് നോക്കിയേ, 12 റേഡിയസ് എന്ന് പറഞ്ഞൊരു ഐഡന്റിഫയർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വാൾഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണോ? അല്ല. കാരണം എന്താ? ഡിജിറ്റ്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് വാൾഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഐഡന്റിഫയറിനകത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലിറ്ററൽസ് ആണ്. അടുത്ത കാര്യം ലിറ്ററൽസ്. Constants are also like normal variables, but the only difference is their values cannot be modified by the program once they are defined. Constants refer to fixed values. They are also called as literals. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ചില സമയത്തെങ്കിലും കോൺസ്റ്റന്റ് വാല്യൂസ്, അതായത് ഒരു തവണ നമ്മൾ ഒരു വാല്യൂ ഡിഫൈൻ ചെയ്താൽ എൻ്റെ പ്രോഗ്രാമിനകത്ത് ഫുള്ളും ആ വാല്യൂ തന്നെ വേണം ആ വേരിയബിളിനെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റിയാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേരിയബിളിനെ കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് വാല്യൂ ആണ്. അതൊരിക്കലും ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന്റെ സമയത്ത് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ഈ കോൺസ്റ്റന്റ്സിന് പകരം പറയാവുന്ന മറ്റൊരു പേരാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സിന്റാക്സ് ആണ് തന്നിരിക്കുന്നത്. ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ആണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ഡേറ്റ ടൈപ്പ് ഇന്റ് ആണോ, ഫ്ലോട്ട് ആണോ, ക്യാർ ആണോ ഡേറ്റ ടൈപ്പ്, പിന്നെ വേരിയബിളിന്റെ നെയിമും അതോടുകൂടി നമുക്ക് വാല്യൂയും കൂടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതല്ലാതെ നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ലിറ്ററൽസ് തന്നെ പലതായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇന്റിജർ ലിറ്ററൽസ് ഉണ്ട്, സ്ട്രിംഗ് ലിറ്ററൽ ഉണ്ട്, ബൂളിയൻ ലിറ്ററൽ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ ലിറ്ററൽ ഉണ്ട്. ഇത്രയുമാണ് ലിറ്ററൽസിനകത്ത് വരുന്ന 5 കാറ്റഗറീസ്.
ഇന്റിജർ ആണെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? ഇന്റിജർ വാല്യൂസിനെ ആയിരിക്കും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിലോ അവിടെ പോയിന്റ് നമ്പർ ഉള്ള നമ്പറിനെ ആയിരിക്കും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ക്യാരക്ടർ ആണെങ്കിലോ ഒരു സിംഗിൾ ആൽഫബറ്റിനെ ആയിരിക്കും നമ്മൾ സിംഗിൾ കോട്ടിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സ്ട്രിംഗ് ആണെങ്കിലോ നമ്മൾ ഡബിൾ കോട്ടിനകത്തായിരിക്കും കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ബൂളിയൻ ആണെങ്കിലോ എന്തെങ്കിലും ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് ആയിരിക്കും നമ്മൾ ബൂളിയനകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ലിറ്ററൽസിനകത്ത് വരുന്ന കാര്യങ്ങള്. ഇതാണ് എക്സാമ്പിൾസ് തന്നിരിക്കുന്നത്. ഇന്റിജറിനുള്ള എക്സാമ്പിള്, ഡബിൾ അല്ലെങ്കിൽ ഫ്ലോട്ടിനുള്ള എക്സാമ്പിള്, ബൂളിയനുള്ള എക്സാമ്പിള്, ക്യാർ ആണെങ്കിൽ നമ്മൾ സിംഗിൾ കോട്ടിനകത്താണ് ഡിഫൈൻ ചെയ്യുന്നത്, സ്ട്രിംഗ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കോട്ടിനകത്തായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ലിറ്ററൽസിന്റെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് ആർ ദ സ്പെഷ്യൽ സിംബൽസ് ദാറ്റ് ടെൽസ് ദ കമ്പൈലർ ടു പെർഫോം എ സ്പെഷ്യൽ ഓപ്പറേഷൻ. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിംബലിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റർ. ഇനി അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് ഓപ്പറാൻ. ഇനി ഇവിടെ നമ്മൾ ജാവയ്ക്കകത്ത് 8 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവയുടെ ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, യൂണറി ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ടേണറി ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആൻഡ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഇത് ഓരോന്നും എന്താന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓപ്പറാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് യൂണറി ഓപ്പറേറ്റർ. സിംഗിൾ ഓപ്പറാൻഡ്, സിംഗിൾ ഡേറ്റയിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ഫിക്സ് എന്നും പ്രിഫിക്സ് എന്നും. നമ്മൾ എ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ എ മൈനസ് മൈനസ് അല്ലെങ്കിൽ മൈനസ് മൈനസ് എ പ്ലസ് പ്ലസ് എ ആ ഒരു ഫോർമാറ്റിൽ കൊടുക്കത്തില്ലേ, അങ്ങനെയുള്ളവയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. എന്തെങ്കിലും വാല്യൂസ് ഇൻക്രിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്റേഴ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ പേരിനകത്തുള്ളതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന സിംബൽസ് എന്ന് പറഞ്ഞാല്. പിന്നെ അടുത്തത് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. അടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ജാവയ്ക്കകത്ത് ബിറ്റ് വൈസിൽ നമുക്ക് ബിറ്റ്സുകളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ? ബിറ്റ്സുകളെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനും, റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ബിറ്റ്സുകളെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനും. ഇനി അടുത്തത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നിലധികം വാല്യൂസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇവയൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നത്. അടുത്താണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. നമുക്ക് ബിറ്റ്സിന്റെ ബേസിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് 0, 1 എന്നൊക്കെ പറയുന്ന ബിറ്റ്സുകൾ ഉണ്ടല്ലോ, അവയെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ബിറ്റ് വൈസ് ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്താണ് ലോജിക്കൽ ഓപ്പറേറ്റർ. നമുക്ക് ഒന്നിലധികം എക്സ്പ്രഷൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ ആൻഡും ലോജിക്കൽ ഓറുമാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ. അടുത്താണ് ടേണറി ഓപ്പറേറ്റർ. അതായത് 3 ഓപ്പറാൻഡ്സ് വെച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്ന പേരാണ് ടേണറി ഓപ്പറേറ്റർ. 3 ഓപ്പറാൻഡ്സ് തന്നിരിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഈ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്കും കോളനും സെമി കോളനും കൂടെ യൂസ് ചെയ്യുന്നതാണ് ടേണറി ഓപ്പറേറ്റർ. നമുക്ക് ഈഫ് എൽസിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ടേണറി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്കൊരു ഓപ്പറാൻഡിന് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ ആണ് റൈറ്റ് സൈഡിലോട്ട് അസൈൻ ചെയ്യുന്നത്. ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ബാക്കിയുള്ളവയെല്ലാം ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. അസൈൻമെന്റിനോട് കൂടി വരുന്ന ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഓപ്പറേറ്ററിന്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്സിലുള്ള ഓപ്പറേറ്റേഴ്സ്.